കെട്ടനാറ്റം. ഇവിടെയും വർഷങ്ങൾ പഴക്കമുള്ള പല സാധനങ്ങളും നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ ഫ്രിഡ്ജിനകം. പക്ഷെ ഞാനിത് കഴിച്ചതിന് ശേഷം ഇതിൽ നിന്ന് ഒരു തുണ്ടം പീസും ചോറൂടെ ഇങ്ങനെ വിരവി കഴിക്കാൻ ഗൈസ്. അമ്മ തായ്ലാൻഡുകാർ ഉണ്ടാക്കണേക്കാളും വൃത്തിയായിട്ട് മണമുള്ള ഒരു സാധനം എൻ്റെ അമ്മ അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. ഓണ സമയത്തൊക്കെ എടുക്കണം, കാരണം സാമ്പാർ, പുളിശ്ശേരി എല്ലാം ഉണ്ട്. അങ്ങനത്തെയൊക്കെ സമയത്തൊക്കെ ഇഷ്ടം പോലെ സാധനങ്ങൾ ഇതിനകത്ത് കാണും. ഒരാഴ്ചയൊക്കെ ഇരിക്കും ഇങ്ങനെ എന്നൊന്നെടുത്ത് വെളിക്കളയുമെന്ന് ചോദിച്ചോണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് വാട്ട്സ് ഇൻ മൈ ഫ്രിഡ്ജ് ആണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജ് ടൂർ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. ഒബ്വിയസ്ലി കേരളത്തിലുള്ള എല്ലാ വീടുകളിലെയും പോലെ ഇവിടെയും വർഷങ്ങൾ പഴക്കമുള്ള പല സാധനങ്ങളും നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്. അച്ചാറ്, ഓണത്തിന്റെ പുളിശ്ശേരി, സാമ്പാറില്ല എന്നാലും പുളിശ്ശേരി, അല്ലെന്നുണ്ടെങ്കിൽ തോരൻ, അങ്ങനെ പല സാധനങ്ങളും നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നുണ്ട് പലതും എടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് നമ്മൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളൊരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പൊ ഗൈസ്, നമുക്ക് നമ്മുടെ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഫ്രിഡ്ജ് ടാഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാൻ കേട്ടോ, ഫ്രിഡ്ജ് ടാഗിങ് പരിപാടി. അപ്പോൾ ഇത് നമുക്ക് ഡബിൾ ഡോർ ആയിട്ടുള്ള ഫ്രിഡ്ജാണ്. ഇതാണ് ഗൈസ് നമ്മുടെ ഫ്രിഡ്ജിനകം. ഇതിനകത്ത് കുറെ പഴക്കം ചെന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ശരിയാക്കി. ഒബ്വിയസ്ലി കാണില്ല. പിന്നെ ഇതില് ഹെൽത്തി സെക്ഷൻ ഉണ്ട്, ഏറ്റവും വേസ്റ്റ് അൺഹെൽത്തി സെക്ഷൻ ഉള്ള ഫ്രിഡ്ജാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരുടെ വീട്ടിലും അതായിരിക്കും. അപ്പൊ നമുക്ക് ഹെൽത്തി സെക്ഷനിൽ നിന്നും അൺഹെൽത്തി സെക്ഷനിൽ നിന്നും തുടങ്ങാം. ഇത് ഫ്രീസർ, ഇത് സാധാരണ കൂളിങ്. പക്ഷെ ഇത് നമുക്ക് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും, ട്വിസ്റ്റ് കൊടുക്കാൻ പറ്റും. ഇത് ഫ്രീസർ ആക്കാൻ പറ്റും, ഇത് കൂൾ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മൾ ഇന്ന് വരെ ചേഞ്ച് ചെയ്തിട്ടില്ല. ഇത് തന്നെ ഫ്രീസറായിട്ട് ഇരുന്നോട്ടെ, ഇത് തന്നെ വെള്ളവും തണുപ്പിച്ചോട്ടെ, സാധനങ്ങൾ തണുപ്പിച്ചോട്ടെ. അപ്പോൾ നമുക്ക് ഓരോ സെക്ഷനിൽ നിന്നായിട്ട് തുടങ്ങാം. കമോൺ. സോ നമുക്ക് നമ്മുടെ അൺഹെൽത്തി സെക്ഷനിൽ തുടങ്ങാം ഗൈസ്. ഇതിൽ കുറേയൊന്നും ഞാൻ കഴിക്കൂല, ഞാനും അമ്മയൊന്നും കഴിക്കൂല. ഇവിടെ 2 കുരുപ്പുകളുണ്ട്, പിന്നെ എൻ്റെ മാളും ഉണ്ട്. മാളുവിനൊക്കെ ഷുഗർ ക്രേവിങ്സ് ഒക്കെ അങ്ങേ അറ്റമാണ്. സോ അങ്ങനെ കുറച്ച് സാധനങ്ങൾ, പിന്നെ എൻ്റെ മെയിൻ സാധനങ്ങളും ഉണ്ട് ഈ സെക്ഷനിൽ. നമുക്ക് ഫസ്റ്റ് ഇതിൽ നിന്ന് തുടങ്ങാം. ഇത് തുറന്നിട്ടേക്കൊണ്ടാണ് കിണി 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 അടിക്കണത്. സോ ഗൈസ്, ഇത് 100% നോൺ ആഡഡ് ഷുഗർ ആയിട്ടുള്ള, ഷുഗർ ഇല്ലാത്ത കോക്കനട്ട് വാട്ടർ ആണ്. ഇത് റിയൽ ഇൻഡ. ഇത് സംഭവം എന്താണെന്ന് അറിയുമ്പോൾ, ഇത് ഞാൻ ഇന്നലെ വാങ്ങിച്ചാണ്. ഞാൻ കുടിച്ചു നോക്കിയപ്പോഴത്തേക്ക് നമ്മളെ കരിക്ക് വെള്ളത്തിന്റെ ആ ഒരു കണ്ട ഒടിയും പോകണുണ്ട് ഇതുവഴി. സോ ഗൈസ്, അപ്പൊ ഇത് നമ്മള് ഇത് 100% റിയൽ. ഇതിന്റെയൊക്കെ എന്തിനു പറയണം. അപ്പൊ ഇത് ഇത്ര തന്നെ, ഇതിങ്ങനെ മറ്റേ കുടിക്കാം, അത്രേ ഉള്ളൂ. ഇത് ഞാൻ ചുമ്മാ ഇന്നലെ വാങ്ങിച്ചതേ. ഇത് ഒരു കോക്കനട്ട് ആൻഡ് ലിച്ചി വാട്ടർ ആണ് ഗൈസ്. ഇത് ഇങ്ങനെ ഇവിടെ ശേഖരിപ്പൊന്നുമില്ല. പിന്നെ നമ്മളൊരു വാട്ട്സ് ഇൻ മൈ ഫ്രിഡ്ജ് എടുക്കില്ല, അപ്പൊ എന്തായാലും പുനൂതം കാണിക്കാൻ 2 എണ്ണം വേണോ എല്ലാം വിചാരിച്ച് ഞാൻ വാങ്ങിച്ചു വെച്ചാണ്. പക്ഷെ ഇതിവിടെ കുടിച്ചപ്പോഴത്തേക്ക് ഇവരെന്തായാലും ഞാൻ ഭസ്മ കലക്കി കൊടുത്താണ്. കാരണം ഇവർക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല. ഷാബിയൊക്കെ ഇതൊക്കെ കമക്കും. പക്ഷെ ഞാൻ ഒരിക്കലും ഇത് കുടി നിന്ന് അങ്ങനെയൊന്നും പറയില്ല. വേണോന്നുണ്ടെങ്കിൽ കുടിക്കട്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വന്നിട്ട് ഇതാണ്. ഇത് തേയില ആരെങ്കിലും ഫ്രിഡ്ജ് വെക്കുമെന്നാണ്, പക്ഷെ ഞാൻ വയ്ക്കും ഗൈസ്. പക്ഷെ ഇതിനകത്ത് തേയിലയല്ല, ഇതിനകത്ത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള മൂഡ് ശരിയാക്കുന്ന ഒരു സാധനമാണ്. ആൻഡ് ദ സാധനം ഈസ് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഷുഗർ ഇല്ലാത്ത ഡാർക്ക് ചോക്ലേറ്റ്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചിട്ട് നല്ലൊരു മീല് കഴിച്ചിട്ട് ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് ഞാൻ ഗപ്പനകത്താക്കിയിട്ട് കഴിക്കാറുണ്ട് ഗൈസ്. ബിക്കോസ് ഡാർക്ക് ചോക്ലേറ്റിനകത്ത് ആന്റി ഓക്സിഡൻസ് ഉണ്ട്, നമ്മുടെ സ്കിന്നിനും അടിപൊളിയാണ്, ഒരു ഗ്ലോ തരും. ആൻഡ് ഓൾസോ നമ്മുടെ സ്ട്രെസ്, ആൻസൈറ്റി ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡാർക്ക് ചോക്ലേറ്റ് നല്ലതാണ്. ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാമേ, ഞാൻ വാങ്ങണം, അടിപൊളിയാണ്. അത് എന്ന് വെച്ചാൽ എനിക്ക് ഈ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ എനിക്ക് ആക്നെ, പിമ്പിൾ ഇഷ്യൂ ഒക്കെ ഉണ്ട്, മധുരം ഒരുപാട് ഇതുള്ള. മുമ്പൊന്നും കുഴപ്പമില്ല, ഇന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇത് പക്ഷെ അടിപൊളിയാണ്, സ്കിന്നിനൊരു ഗ്ലോ തരും. ഇനി നെക്സ്റ്റ് വേറൊരെണ്ണം കാണിച്ചു ഗൈസ്. ഇത് റെഡ് ബുൾ ആണ്. ഇതും ഷുഗർ ഫ്രീ ആയിട്ടുള്ള റെഡ് ബുൾ. ഭയങ്കര മറ്റേ ഇതാണ്, ഷുഗർ ഫ്രീ ആയിട്ടുള്ള റെഡ് ബുൾ ആണ്. അതായത് ചില സമയങ്ങളിൽ നമ്മൾ ഉറങ്ങാതിരുന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി വരും. ഉറങ്ങാതിരുന്ന് ഒരുപാട് ഇതൊക്കെ വരുന്ന സമയത്ത് ഒരു എനർജി ബൂസ്റ്റ്. പക്ഷെ ഇത് ഒരിക്കലും ഹെൽത്തിയാണ് ഞാൻ പറയൂല. ബിക്കോസ് ഇതിനകത്ത് ഭയങ്കര കഫീൻ ഉണ്ട്. സോ അതുകൊണ്ടാണ് നമ്മളെ ബ്രെയിനും നമ്മളെയും കൂടെ ഇങ്ങനെ അത് പിടിച്ചിരുത്തണത്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ഭയങ്കരമായിട്ട് കഫീൻ ഉള്ളതുകൊണ്ട് ഇത് ഞാൻ അങ്ങനെ നിങ്ങൾ കുടി എന്ന് ഞാൻ പറയൂല. ഇത് പിന്നെ കാണിച്ചു തന്നേ ഉള്ളൂ. അങ്ങനെ ഇത് എപ്പോഴും വെച്ചാൽ വല്ലപ്പോഴും. ആൻഡ് ഇത് ലുലുന്ന് വാങ്ങിച്ചാണ്, ലോട്ടസ് ചീസ് കേക്കാണ്, കപ്പ് കേക്കാണ്. ഇത്രേ ഉള്ളൂ. ഇത് ലോട്ടസ് ബിസ്കോഫിന്റെ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇത് ഞാൻ കഴിക്കൂല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതെനിക്ക് പ്രോസസ്ഡ് ആയിട്ടുള്ള ഷുഗേഴ്സോ മീറ്റ്സോ ഇങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഇങ്ങനത്തെ കഴിപ്പൊക്കെ ഞാൻ നിർത്തിയിട്ട്, കാരണം കുറെ ഹെൽത്ത് ഇഷ്യൂസ് വന്നതുകൊണ്ട് ഇങ്ങനത്തെ പരിപാടി എനിക്ക് തോന്നുന്നു. ഞാൻ ഡയറ്റ് തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷമായി. ഷുഗർ എടുത്തിട്ടാണ് കുറെ കാലമായി, 1.5 വർഷം. പക്ഷെ ഡയറ്റ്, ആ പക്ക ഡയറ്റ് തുടങ്ങിയിട്ട് പോ
ചാത്തനാണേ. ഇപ്പൊ ഞാൻ ഡയറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതൊന്നും കഴിക്കൂല. പിന്നെ ഇത് അക്കുവബിയ, കാരണം നമ്മുടെ ആ ഒരു ഏജിലാകുമ്പോൾ കുറച്ചൊക്കെ കഴിക്കാമല്ലോ. കാരണം കുറച്ചുകൂടെ കഴിഞ്ഞ് പിന്നെ കഴിക്കാനില്ല. അപ്പൊ വല്ലപ്പോഴും വെച്ചാൽ വല്ലപ്പോഴും മാസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒരു തവണയൊക്കെ കഴിക്കുന്ന സാധനമാണ്. ആൻഡ് ഗൈസ് നെക്സ്റ്റ് ഇത് മറ്റേ ഇതാണ് ക്രോസാങ് വന്നിട്ട് അതിനകത്ത് ചോക്ലേറ്റ് ഫില്ല് വരണം. അടിപൊളിയാണ്, ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഇത് കഴിച്ചിട്ടുണ്ട് മുമ്പ്. ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ഇത് കഴിച്ചു, ഭയങ്കര അടിപൊളിയാണ്. ഇത് മാളൂന് വാങ്ങിച്ചാണ്. മാളൂന് നെക്സ്റ്റ് വന്നിട്ട് ഇത് എന്റെ അബിക്ക് വാങ്ങിച്ചാണ്. ഓറിയോയുടെ ഡച്ച് കൊക്കോ വാഫർ. ഇത് വേണ്ടേ? ഇത് ഞാൻ വിചാരിച്ച കോവെന്ന് തോന്നുന്നു, പക്ഷെ കോവരൂലല്ലേ, ഫ്രിഡ്ജിൽ നിന്നൊക്കെ വരൂലേ? സ്ട്രേറ്റ് തന്നെ ഇരിക്കുകയാണ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞ ഇവിടെ 3 ചോക്ലേറ്റ് ഇരിപ്പുണ്ട്, ബൗണ്ടി ഇരിപ്പുണ്ട്, സ്നിക്കേഴ്സ് ഇരിപ്പുണ്ട്, ഗാലക്സി ഇരിപ്പുണ്ട്. എന്റെ അനിയത്തിക്ക് നിൽക്കുന്ന എപ്പോഴും അവൾക്ക് ഷുഗർ കുറയും. അപ്പൊ അവൾക്ക് ഷുഗർ വെച്ചാൽ മധുരം ഷുഗറിന്റെ ലെവല് കുറഞ്ഞിട്ട് അവള് എന്നൊക്കെ പറഞ്ഞ് വീഴും, അയ്യോ അമ്മ എന്നൊക്കെ പറഞ്ഞ് വീഴും. അപ്പൊ അതുകൊണ്ട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ഷുഗർ മറ്റേ സ്വീറ്റ്സ് കാണും. പക്ഷെ ഇതിപ്പോ ഞാൻ പൊട്ടിക്കേണ്ടെന്ന് പറഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തിട്ട് പൊട്ടിക്കാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പൊ ഇത് ഇവിടെ ഉള്ളത്. അല്ലെങ്കിൽ കവർ മാത്രം ഇവിടെ ചത്തണക്കിരിക്കും ഗൈസ്. കാരണം അതിനകത്ത് എപ്പോഴേ കൈയിട്ട് വീതിക്കും. ഒരു കിറ്റ്കാറ്റ്, ഒരു ബൗൺസി, ഒരു മറ്റേ സ്നിക്കേഴ്സ് എന്ന് പറഞ്ഞ് അങ്ങനെ ഇത് കൈയിട്ട് വീതിച്ച് എല്ലാവരുടെ വീതിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് സീനാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇത് ബട്ടറാണ്. ഞാൻ ആമസോണിന്ന് ഏതെന്ന് ഓർമ്മയില്ല, ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ബട്ടർ ഇട്ട് വയ്ക്കുന്ന സംഭവമാണ്. ഇത് ഭയങ്കര അടിപൊളി. മറ്റെന്തായിരുന്നു ഇവിടെ ചുരുക്കി വെക്കേണ്ടി വരും. ഇതേപോലെ ഒരു ഇങ്ങനെ ബട്ടർ കട്ട് ചെയ്യണ സാധനമുണ്ട്. ഇത് മിണ്ടാതിരിക്കോ. ആൻഡ് ബട്ടർ മണമൊന്നുമില്ല, എന്നാലും നമ്മൾ ചുമ്മാ ഇത് കാണിക്കാമല്ലോ. ഇത് ഇവിടെ ബ്രെഡ് മക്കാനയൊക്കെ ടോസ്റ്റ് ചെയ്ത് കഴിച്ച് ഇങ്ങനെ ബ്രെഡ് ടോസ്റ്റ് അല്ലെങ്കിൽ മക്കാനയൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കുന്ന സമയത്ത് ഈ മക്കാന വെച്ചാൽ ലോട്ടസ് സീഡാണ് മക്കാന, അത് ബട്ടറും സോൾട്ടും കൂടെ ഇട്ട് കഴിക്കാൻ സൂപ്പറാണ്. ഇല്ലെങ്കിൽ നെയ്യ് ഉണ്ടല്ലോ, ഗീ, അതും ഇട്ട് കഴിക്കാൻ സൂപ്പറാണ്, ഭയങ്കര അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇവിടുത്തെ ചാത്തന്റെ ന്യൂട്ടലിനെയും ഇതിനകത്തെ ഹേസൽനട്ട് സ്പ്രെഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ ചാത്തന് വാങ്ങിച്ചാണ് ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു ചാർക്കോൾ ഷീറ്റ് മാസ്ക് ആണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്, മാള് യൂസ് ഉണ്ട്. കൂടുതൽ യൂസ് ചെയ്യണ മാളുമാണ്. നൈക്കിയിൽ സെയിൽ വരണ സമയത്ത് ഷീറ്റ് മാസ്ക് buy 5 buy get free അങ്ങനെയൊക്കെ ഉണ്ട്. 5 വാങ്ങിച്ചാൽ 5 ഫ്രീ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ആ സമയത്ത് വാങ്ങിച്ചാണ്. 10 വാങ്ങിച്ച് 10 വാങ്ങിച്ചിട്ട് ഇപ്പം ഇതിൽ 1 മാത്രം അവശേഷിക്കുന്നു. അതിന്റെ നെക്സ്റ്റ് ഇതിനകത്ത് ഒന്നുമില്ല ഗൈസ്, വെറും ഒരു കാലി ടിന്നാണ്. ഇതിനകത്ത് എന്തിനെന്ന് വെച്ചാൽ ഇത് ഞാൻ മറ്റേ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടല്ലോ, ഓട്സ് എനിക്ക് അലർജിയാണ്. ഇപ്പൊ നിങ്ങൾ ഇത് എന്ത് വേണമെന്ന് എന്ത് ചെയ്താലും അലർജി. എനിക്ക് ഓട്സ് അലർജിയാണ്, ഫ്ലാക്സീഡ് അലർജിയാണ്. പക്ഷെ ഫ്ലാക്സീഡ് ഞാൻ കഴിക്കും. പിന്നെ എനിക്ക് ഷ്രിമ്പ്, ക്രാബ്, പിന്നെ അങ്ങനെ കുറെ സാധനം എനിക്ക് അലർജിയാണ്. കഴിക്കാൻ പറ്റുന്ന കുറച്ചാണ്. എനിക്ക് പാൽ അലർജിയാണ്. പിന്നെ ഞാൻ ഒരു അലർജി ടെസ്റ്റ് ആണ് നടത്തി. എനിക്ക് ഗോതമ്പ് അലർജിയാണ്. ഒരു ലോഡ് സാധനമാണ്. അത് കഴിക്കാൻ കുറച്ച് സാധനം, ബാക്കി കുറെ സാധനം അലർജിയാണ്. കോൺ എനിക്ക് അലർജിയാണ്. സോ ഓട്സ് ഒക്കെ ഞാൻ കഴിക്കുന്നത് പക്ഷെ എനിക്ക് അലർജിയായി. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു ഓവർനൈറ്റ് ഓട്സ് ഇവിടെ ആർക്കെങ്കിലും ഉണ്ടാക്കി ചെക്ക് ചെയ്ത് നോക്കാൻ വിചാരിച്ച് വാങ്ങിച്ചു, പക്ഷെ ഇതുവരെ ഉണ്ടാക്കിയില്ല. സോ ഇത് ഇത്ര സെക്ഷൻ വേണ്ട. മുട്ടായി ഞാൻ പറഞ്ഞില്ലേ, സ്നിക്കേഴ്സ്, അത് വേണ്ടാണ്. ഇവിടെ മറ്റേ ഞാൻ എപ്പോഴും നമ്മള് മാസത്തിൽ ഒന്നല്ലെങ്കിൽ ഒരു തവണ നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിട്ട് പോകും. ഞാനും അമ്മ അല്ലെങ്കിൽ ഞാനും മകളുടെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകും. ആ സമയത്ത് ഇതാണ് കുറച്ച് വാങ്ങിച്ച് വെച്ചേക്ക്. ഇനി അടുത്ത സെക്ഷൻ എന്റെ സെക്ഷനിലോട്ടാണ് ഗൈസ്. ചൂരമീൻ്റെ അച്ചാർ. സത്യം എനിക്ക് ഈ ആൾക്കാർ ചൂരമീൻ്റെ അച്ചാർ കൂട്ടുമ്പോൾ എനിക്ക് ഒരുമാതിരിയാണ്. ഈ അച്ചാറാ അങ്ങനെയായിരുന്നു. കാരണം ആരും കഴിക്കുമ്പോൾ എനിക്ക് ഒരുമാതിരിയായിരുന്നു. പക്ഷെ ഞാനിത് കഴിച്ചതിന് ശേഷം ഇതിന്ന് ഒരു തുണ്ടം പീസും ചോറൂടെ ഇങ്ങനെ വിരവി കഴിക്കാൻ ഗൈസ്. ചമ്മന്തിയും ഇതിന്റെ ഒരു തുണ്ടം പീസും ചോറും വാവുമാണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇത് അടമാങ്ങ അച്ചാർ എന്ന് പറയും. എനിക്ക് ചോറ് എന്നാ തോന്നുന്നു. അടമാങ്ങ അച്ചാറാണ്. അയ്യോ, മാങ്ങ ഉണക്കിയിട്ടൊക്കെ ഇടുമല്ലോ അച്ചാറ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് അച്ചാറെന്ന് വെച്ചാൽ കാരണം അച്ചാറൊന്നും അങ്ങനെ ഒരുപാട് കഴിച്ചുകൂടാ. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ അൺഹെൽത്തി ആയിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ കഴിക്കുന്ന ഫുഡ് അച്ചാറാണ്. ഞാൻ വേറെ അങ്ങനെ അൺഹെൽത്തി ഫുഡൊന്നും അങ്ങനെ കഴിക്കാറില്ല. നെക്സ്റ്റ് ഇത് പാല്, പശുവും പാലാണ്. നമ്മൾ കവർ പാലൊന്നുമില്ല, ഇത് പാല്. ഇത് അമ്മ രാത്രി രാവിലെ രഹസ്യമായിട്ട് ചായ ഇടണതാണ്. ആൻഡ് ഇത് ഇന്നാളെ ഞങ്ങൾ പോയപ്പോൾ, ഇന്നാളെന്ന് വെച്ചാൽ 2-3 ദിവസമായി, മലായി മലായി രസഗുള അങ്ങനെ എന്തൊരു സാധനമാണ്. എന്തരാ ഗൈസ്, ഞാൻ മറന്നു, ഞങ്ങൾ പറഞ്ഞിരുന്നു മറ്റേ ഇങ്ങനെ അകത്ത്. ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല, ഞാൻ കഴിക്കാൻ ഉള്ള സാഹചര്യം എനിക്ക് കിട്ടിയില്ല. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഷുഗർ കട്ടൊക്കെ തുടങ്ങി. പിന്നെ എനിക്ക് അതിനൊരു ഭയങ്കര വിൽപ്പനാണ്. ഇനി എത്ര സ്വീറ്റ്സ് ആൾക്കാർ കഴിച്ചാലും ഞാൻ കുലുങ്ങത്തി. കാരണം ഞാൻ ഒരു 7-8 മാസം ഞാൻ നോൺ വെജ് ഡയറ്റ് ആയിരുന്നു, അതായത് വെജ് ഡയറ്റ് ആയിരുന്നു. വെജ് മാത്രമേ. എന്റെ കൂടത്തിരിക്കുന്നവരൊക്കെ ചിക്കനൊക്കെ അടിച്ച് അറിഞ്ഞും കായും കാലൊക്കെ പിടിച്ച് പിഞ്ഞി തിന്നുമ്പോഴും ഞാൻ മൈൻഡ് പോലും ചെയ്യില്ല. ഞാൻ ഉള്ള കറിയും കൂട്ടി ഞാൻ അങ്ങനെ ഇരുന്ന് കഴിക്കും. അങ്ങനെ ഒരു വിൽ പവർ എനിക്കുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ലൂബിക്ക അച്ചാറാണ്. ഇത് ഇതുവരെയും പൊട്ടിച്ചിട്ടില്ല, ലുലുന്ന് വാങ്ങിച്ചാണ് ലൂബിക്ക അച്ചാർ. നവംബർ വരെ ഉപയോഗിക്കും. അതുകൊണ്ട് ലൂബിക്ക എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഞങ്ങൾ ഇവിടെ ലവലോലിക്ക എന്നാണ് പറയുന്നത്. ചെറുതെടുത്ത് ലൗൽ നെല്ലിക്ക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലവലോലിക്ക ഇവിടെ. നെക്സ്റ്റ് നമ്മുടെ സാധനം എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കണ ഒന്നാണ് യോഗേർട്ട്. എപ്പിഗാമിയുടെ
ഗ്രീക്ക് യോഗേർട്ട്. ഇതിനകത്ത് ഷുഗർ ഇല്ല, പ്രിസർവേറ്റീവ്സ് ഇല്ല, നാച്ചുറൽ ആയിട്ടുള്ള യോഗേർട്ട്. ഇത് എൻ്റെ അടുത്ത് ലക്ഷ്മി ചേച്ചി എല്ലാ ദിവസവും കഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. യോഗേർട്ട് അടിപൊളിയാണ്. പിന്നെന്താ നമ്മൾ എടുത്ത കറിക്കൊക്കെ എടുത്ത നാരങ്ങേര ഇതൊരു ഇതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ സെക്ഷൻ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇരുന്ന് സംസാരിക്കാം ഗൈസ്, കാരണം അടുത്തിൽ കുറച്ചുണ്ട്. ഇനി നമ്മളെ ഇവിടുത്തെ ലാസ്റ്റ് സെക്ഷൻ ആണ്. ഇത് ട്രിവാൻഡ്രംകാർക്ക് അറിയായിരിക്കും, ബോളിയും പായസത്തിനോടെ ബോളി. ഇത് മഹാബോളിന്ന് ഞങ്ങൾ വാങ്ങിച്ചേണേ, കാരണം ഞങ്ങളുടെ അബിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോളിയും പായസം. അബിക്കല്ല, അമ്മയ്ക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അബിക്ക് ഭയങ്കര കട്ടക്കൊതിയാണ്. അപ്പൊ അവന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ബോളി. 2 പായസം ഉണ്ട്. ഒന്ന് ഒരു തെറിയാക്കി സോസും വെച്ചിട്ടുണ്ട്, ഒന്നിൽ ടൊമാറ്റോ കെച്ചപ്പും ഉണ്ട്. ഇത് ഈ മറ്റേ സംടൈംസ് എന്തെങ്കിലും നഗറ്റ്സോ അങ്ങനെയൊക്കെ നമ്മൾ വാങ്ങുമ്പോഴത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വന്നിട്ട് മരുന്നാണ് ഗൈസ്. ഇതിനകത്ത് എൻ്റെ അമ്മൂമ്മ ഇവിടെ നിൽക്കാൻ വരും. അപ്പൊ അമ്മൂമ്മയ്ക്ക് ഇൻസുലിൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇൻസുലിൻ സൂചിയും മരുന്നും. പിന്നെ ഇതാണ് ബോളി. ട്രിവാൻഡ്രംകാരുടെ സ്പെഷ്യലാണ് ബോളി. പക്ഷെ ഞാൻ ഇതിങ്ങനെ ചുമ്മാ കഴിക്കൂല. ഞാൻ എവിടെയെങ്കിലും കല്യാണത്തിന് പോകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സദ്യ കഴിക്കൂല. സദ്യ കഴിച്ചിട്ട് ഞാൻ പായസം കഴിക്കും. കാരണം സദ്യയിൽ എന്ന് പറയുമ്പോൾ ഫുള്ള് ഫൈബർ, കാർബോ ഉണ്ട്, എന്നാലും കുറെ ഫൈബർ കിട്ടും. ഫൈബറും കുറച്ച് പ്രോട്ടീനൊക്കെ കിട്ടിയിട്ട് അത് കഴിച്ചിട്ട് അതിന്റെ കൂടെ കഴിക്കും. പിന്നെ ഞാനിത് ഇടയ്ക്ക് വെച്ച് തേനി പോയിട്ടുണ്ടായിരുന്നു. തേനി പോയ സമയത്ത് അവിടെ നിന്ന് വാങ്ങിച്ചാണ് ഒരു ഗ്രേപ്പ് ക്രഷ്. ഇത് കളയാറായെന്ന് തോന്നുന്നത്, കൊള്ളൂല സാധനം. നെക്സ്റ്റ് വന്നിട്ട് ശർക്കര. അതായത് എനിക്ക് എൻ്റെ അമ്മയുടെ ഭാഷയെ പറഞ്ഞ് എനിക്ക് ചില സമയത്ത് ഏക്ക് കയറും. ഏക്കെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ചില ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇതാണ്. അതായത് എനിക്ക് നിങ്ങൾ ഉദ്ദേശിച്ച മറ്റേ പിസ്സ, ബർഗർ അങ്ങനത്തെ അല്ല. നമ്മൾ ഈ അരി കഴുകി വറുത്തിട്ട് പൊടിച്ചിട്ട് അതിനകത്ത് തേങ്ങയും തിരുവി ശർക്കര ഇട്ട് തിന്നെ ഭയങ്കര ടേസ്റ്റാണ്. അതും മധുരമില്ലാത്ത കട്ടൻ ചായ. അത് കഴിക്കാൻ നേരത്തെ എനിക്ക് കട്ടക്കൊതി വരും. പിന്നെ എനിക്ക് ശർക്കര വെച്ച കൊഴുക്കട്ട, ഓട്ടട, ഇലയപ്പം. നിങ്ങളവിടെ ഓട്ടടയാണെന്ന് പറയണമെന്ന് പറയണേ. ഇത് എവിടെയൊക്കെ ഓട്ടട പറയുമെന്ന് പറയണേ. അപ്പൊ ഓട്ടട ഒക്കെ ഭയങ്കര ഇഷ്ടം. ഓട്ടട എന്താണെന്ന് പറ നിങ്ങൾ. ഓട്ടടയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഞാൻ ഇവിടെ കാരണം എൻ്റെ അമ്മ പള്ളു വിളിച്ചാൽ അമ്മ ഉണ്ടാക്കി തരും. അമ്മ പെണ്ണ് എന്തെങ്കിലും ഒരു നേരം ആകുമ്പോൾ ഏക്കം കൊണ്ട് ഇറങ്ങുമെന്ന് പറയും. അതായത് ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഇങ്ങനെ കൊതി വരും. അതിന് ഈ നാട്ടിൻപുറത്ത് ഏക്ക് എന്ന് പറയും. അങ്ങനെ എനിക്ക് ഏക്കുണ്ടെന്ന് പറയാം. കാരണം ചില സമയത്ത് ഫുഡ് ഭയങ്കര കൊതിയാണ്. അങ്ങനെ വാങ്ങിച്ചു വെച്ചേക്കുന്നതാണ്. ഇനി നമുക്ക് ഈ സെക്ഷൻ ഇവിടെ കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയും. ഇതിനകത്ത് ക്യാരറ്റും കുക്കുംബറാണ്. പിന്നെ ഇത് മഷ്റൂമാണ്. എനിക്ക് മഷ്റൂം വിഴുക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഓവർ മസാല ഒന്നും തൂവാതെ എണ്ണ ഒഴിച്ച് ഉപ്പിട്ട് കുറച്ച് മുളകും പിച്ചിട്ട് പിന്നെ കുറച്ച് കരിയേപ്പില ഇട്ട് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊക്കെ നമ്മൾ താമസിക്കുന്നതിൻ്റെ അവിടെയൊക്കെ മറ്റേ സൈഡിൽ തോട്ടിന്റെ സൈഡിലൊക്കെ നല്ല മഷ്റൂം കിട്ടും. പക്ഷെ കുറച്ചേ കിട്ടുള്ളൂ, നല്ല മഷ്റൂം കിട്ടുവേ. അത് കഴിക്കാൻ സൂപ്പറാണ്. പക്ഷെ ഇത് അതിന്റെ അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും കൊള്ളാം, അതാണ്. സോ പിന്നെ ഇതിനകത്ത് ക്യാരറ്റും വെള്ളരിയുള്ളൂ ഗൈസ്. മറ്റേ കണ്ടെയ്നറിനകത്ത് ഇട്ട് വെച്ചേക്കണമെന്നുള്ളൂ. ഇതിനകത്തൊന്നുമില്ല ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഇതിട്ട് അപ്പൊ ഗൈസ് ഈ പെട്ടെന്നാണ് നമ്മൾ സാധനം സെറ്റ് ചെയ്തത്. ഇതിനകത്ത് നമ്മുടെ തണ്ണിമത്തൻ ഇട്ട് വെച്ചേക്കാണ്. ഇവിടെ ഒരു തണ്ണിമത്തൻ ഒടിയനുണ്ട്. തണ്ണിമത്തൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് നിറച്ച് ബ്ലൂബെറി ആണ്. എനിക്ക് കഴുകിയിട്ട് വച്ചേക്കണതാണ് ബ്ലൂബെറി. കാരണം യോഗേർട്ടും ബ്ലൂബെറിയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ. ഈ ഫ്ലേവേർഡ് ആയിട്ടുള്ള യോഗേർട്ട് ഉണ്ട്, അത് ഹെൽത്തി അല്ല. ഈ യോഗേർട്ടും ബ്ലൂബെറിയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ അടിപൊളിയാണ്. ഇത് വല്ലപ്പോഴും വാങ്ങുന്ന സാധനമാണ്. ഇത് വല്ലപ്പോഴും മാത്രം വാങ്ങിച്ച് കഴിക്കും. ഇതിനകത്ത് ബ്രോക്കലിയാണ്. എന്താ ഇപ്പം പറയാം, സൂപ്പ് ഉണ്ടാക്കാൻ എൻ്റെ ചിരിക്കല്ലേ കുട്ടിക്കുരങ്ങൻ്റെ കൂട്ടിയിരുന്ന്. എൻ്റെ ക്യാമറമ്മ അവിടെ ഇരുന്ന് കുട്ടിക്കുരങ്ങൻ്റെ കൂട്ടാണൊക്കെ ചിരിക്കണം. ബ്രോക്കലി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പൊ നോക്കുമ്പോൾ അവിടെ ചമ്മന്തിയും ചോറും തൈരും മാത്രമാണ് തിന്നണത്. സംഭവം അങ്ങനെയല്ല ഗൈസ്. അതായത് എന്ന് വെച്ചാൽ ഇത് ഇപ്പൊ ഉടനെ തിന്നാൻ തീർക്കൂല. കുറച്ച് ദിവസം ഇരുന്നിരുന്ന്, ഒരു മാസം ഇരുന്നിരുന്ന് തിന്നും. അതായത് ഇത് അഴുകുന്നതിന് മുമ്പ് വരെ ഇരുന്ന് തിന്നും. എത്രത്തോളം അഴുക്കാൻ പറ്റും അങ്ങനെ. കെട്ട നാറ്റം. അവനെ മൂക്കൊക്കെ എന്തൊരു ജന്തു എന്ന് വീഡിയോ ഒന്നും എടുക്കാൻ വരേണ്ടിയിരുന്നു. ഇത് ബ്രോക്കലി സൂപ്പ് ഉണ്ടാക്കും. ഇല്ലെങ്കിൽ എൻ്റെ അമ്മ ഇതെല്ലാം കൂടെ ഉള്ള ക്യാരറ്റും ബ്രോക്കലിയും മറ്റേ എല്ലാം കൂടെ വെട്ടി എറിഞ്ഞിട്ട് അമ്മ രാവിലെ ഒരു കറി ഉണ്ടാക്കി തരും. എന്നിട്ട് അമ്മ എന്തെങ്കിലും അതിന് പറയാം, ഇനി വെജിറ്റബിൾ കറിയാണെന്ന് രാവിലെ അങ്ങനെയൊക്കെ. ഇതിനകത്ത് നമ്മുടെ സ്പിനാച്ച്, ചീര. ഇതിനൊന്നും പ്രത്യേകിച്ച് കുഴപ്പമില്ല. ഇന്നിവിടെ ചീരത്തോരനും തൈരും ഒക്കെ ആയിരുന്നു ഗൈസ്. ചോറിന് കറി. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം വെച്ചാൽ നാരങ്ങ. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മളെ സാധാരണ നാരങ്ങ. പക്ഷെ വേറൊരെണ്ണം ഞാൻ കാണിച്ചാൽ, ഞാൻ ഈ ഇടയ്ക്ക്, അതായത് നമ്മൾ ഈ മാസം തോറും സാധനങ്ങൾ വാങ്ങാൻ പോകുമല്ലോ. അതായത് മാസത്തിന്റെ ഇത് കഴിയും തോറും ഇവിടെ സാധനങ്ങൾ കുറഞ്ഞു വരും. ഫ്രിഡ്ജിനകത്ത് സാധനങ്ങളൊന്നും ഇല്ലാതായി വരും മാസത്തിന്റെ എൻഡോട് കൂടി. ഞാൻ ലുലുവിൽ പോയപ്പോഴത്തേക്കും ഞാൻ ഈ പുറത്തുള്ള രാജ്യക്കാരെ വീഡിയോയിൽ അവർ ഇങ്ങനെ കൈവച്ച, നമ്മൾ നാരങ്ങ ഇങ്ങനെയല്ലേ പിഴിയണത്, അവർ ഇങ്ങനെ നഖമൊക്കെ നേടിച്ച് ഇങ്ങനെ പിഴിയണ നാരങ്ങ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ആ നാരങ്ങ നമുക്ക് ഗൈസ് യമകണ്ഠൻ നാരങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത് യൂസ് ചെയ്ത് ഭയങ്കര മധുരമാണ്. ഇത് വെച്ച് നാരങ്ങ വെള്ളം പിഴിഞ്ഞ് കുടിക്കാൻ സൂപ്പറാണ്. ഒരു മധുരവും ഉപ്പും ഇട്ട് കുടിച്ചാൽ സൂപ്പറാണ്. ORS വെള്ളം കുടിച്ചാണ് ഇരിക്കും ഗൈസ്. അത്
അത്ര സെറ്റാണ് ഇത്. ഈ നാരങ്ങ സൂപ്പറാണ്. സാലഡിനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ്. ഇതാണ് നമ്മളെ ഈ സെക്ഷൻ. ഇനി നമുക്ക് എണീറ്റ് നിന്ന് മേലത്തെ സെക്ഷനിലോട്ട് പോകാം. അത് കഴിഞ്ഞിട്ട് ഗൈസ് നമ്മൾ വെജിറ്റബിൾ സെക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മളെ ഫ്രൂട്ട് സെക്ഷൻ ആണ്. ഫ്രൂട്ട് സെക്ഷനിൽ ഇതിൽ കുറച്ച് നമ്മളെ പപ്പായയാണ്. അതിവിടെ പക്ഷെ ഇതിനകത്ത് പുറത്തിച്ചക്ക ഇട്ട് വെച്ചിരുന്നത്, അതുകൊണ്ട് പുറത്തിച്ചക്ക ഒരു മണമുണ്ട്. ഇതിനകത്ത് ആപ്പിളും കുറച്ച് ഗ്രീൻ ആപ്പിളും ഞാൻ അങ്ങനെ കാണിച്ചില്ല. ആപ്പിളും കുറച്ച് ഗ്രീൻ ആപ്പിളും ഇതിനകത്ത് മാതളമാണ്. മാതളം കാരണം നമ്മൾ ഒരു ദിവസം കുറച്ച് ഫ്രൂട്ട്സ് എങ്കിലും കഴിക്കണം. സീസണൽ ഫ്രൂട്ട്സ് കിട്ടി അത്രയും നല്ലത്. പിന്നെ ഞാൻ പറഞ്ഞുതരാം, ഇതിപ്പോൾ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ ലുലുവിൽ പോയോണ്ടാണ് ഇത് ഇത്രയും വാങ്ങിച്ചേക്കണം. ഇല്ലെങ്കിൽ സീസണൽ ഫ്രൂട്ട്സ് നമുക്ക് പേരയ്ക്ക വഴിയോരത്തിട്ട് ചുമന്ന പേരയ്ക്ക വെക്കാൻ കിട്ടും. പച്ചത്തൊലിയും അകത്ത് ചുവപ്പ് സൂപ്പറാണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇവിടെ വന്നിട്ട് ഗൈസ് ദിസ് ഈസ് ദ മസ്റ്റ് ഹാവ് ഗൈസ്. ദിസ് ഈസ് അവക്കാഡോ. ഇത് ഏകദേശം അങ്ങ് പഴുത്തങ്ങ്, അതാണ് ഫ്രിഡ്ജ് വെച്ചാൽ. സാധാരണ അവക്കാഡോ ഫ്രിഡ്ജ് വെച്ചാൽ പഴുക്കൂല എന്നാണ് എൻ്റെ ഒരു ഞാൻ പഠിച്ചതിൽ നിന്നുള്ളത്. ഇത് മറ്റേ പുറത്തുനിന്നുള്ള അവക്കാഡോ. ഇത് നമ്മളെ നാട്ടിലെ അവക്കാഡോ. അപ്പൊ ഇത് ഞാൻ ഇതുവരെയും കഴിച്ചില്ല. അപ്പൊ ഇത് സത്യം ആദ്യം കഴിച്ചപ്പോ എനിക്ക് എന്തൊരു വിഷം കഴിച്ചാണൊക്കെ എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഇപ്പം ഉപ്പും നാരങ്ങയും പിഴിഞ്ഞൊഴിച്ച് സവാളയും ഉള്ള വെജിറ്റബിൾസിനെ അവിടെ കട്ട് ചെയ്ത് ബ്രെഡും മറ്റേ മൾട്ടി ഗ്രെയിൻ ബ്രെഡ് ടോസ്റ്റ് ഇങ്ങനെ ചൂടാക്കിയിട്ട് അതിനകത്ത് ഇതെല്ലാം ഒഴിച്ച് ഒലീവ് ഓയിലൊക്കെ ഒഴിച്ച് കഴിക്കും. സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ്. നെക്സ്റ്റ് വന്നിട്ട് പിയർ. ഇത് ഞാൻ ഒരിക്കൽ എറണാകുളത്ത് ഒരു ഡെസേർട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിയർ വൈനിലിട്ട് വേവിച്ചിട്ട്, റെഡ് വൈനിലിട്ട് വേവിച്ചിട്ട് ഐസ്ക്രീം സൈഡിൽ വെച്ചിട്ട് എന്തൊരു എന്തോ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. സോ ആ ഒരു ഡെസേർട്ട് സൂപ്പറായിരുന്നു. ഞാൻ അതൊന്നും വാങ്ങിച്ചല്ല. ഇത് നല്ല കരിമുര തിന്നാൻ അടിപൊളിയാണ്. ഓക്കെ. പിന്നെ ഇത് ഞാൻ ആദ്യം കഴിച്ചപ്പം എനിക്ക് വെറുപ്പ് തോന്നിയൊരു ഫ്രൂട്ടാണ്. ഞാൻ ആദ്യമായിട്ട് കഴിച്ചപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഫ്രൂട്ടാണ്. പക്ഷെ തായ്ലാൻഡിൽ നിന്ന് ഞാൻ കഴിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഈ ലോങ് ആൻഡ് ഫ്രൂട്ട്. ഭയങ്കര അടിപൊളിയാണ്. ഇതാണ് സാധനം. അകത്ത് ഒരു കറുത്ത കുരുണ്ട്, അത് തിന്നരുത്. കട്ട കൊതിന്നപ്പോൾ തിന്ന റൈസ്. ഇത് ഭയങ്കര സൂപ്പറാണ്. പക്ഷെ പെട്ടെന്ന് കുത്തിച്ച് വരും. ഭയങ്കര ടേസ്റ്റാണ്. നല്ല ഇതാണ്, നല്ല ഫ്രൂട്ടാണ്. നെക്സ്റ്റ് വന്നിട്ട് ഓറഞ്ച് ഉണ്ട്. ഇത് നമ്മുടെ പാഷൻ ഫ്രൂട്ടൊക്കെ ഫ്രിഡ്ജ് വെക്കുമെന്തോ. ഇവിടെ എന്തിട്ട് നമ്മളെടുത്ത് ഫ്രിഡ്ജ് വെച്ചാൽ നമ്മളെ പൂച്ച ഉണ്ടല്ലോ ഗൈസ്, നമ്മളെ കുഞ്ഞാത്തോൾ ഇത് തുറന്ന് അപ്പം വരും ഇതിനകത്ത് കയറിയിരിക്കും. അതിനകത്ത് എന്തൊരു അമൃതം വെച്ചേക്കണത്. ഇത് നമ്മുടെ സാധാരണ നോർമൽ പാഷൻ ഫ്രൂട്ട് ഉണ്ട്. പിന്നെ അതിനകത്ത് മുന്തിരി ഉണ്ട്. സോ ഈ ഒരു സെക്ഷൻ ഇത്രയാണ് ഗൈസ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇത് ഫ്രീസറിന്റെ സെക്ഷനിലാണ്. ഇത് ചിക്കൻ പോപ്സ്. കാരണം അബിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ. നമ്മൾ വല്ലപ്പോഴും ഒരിക്കലുണ്ട്. മാളൂന് ഇഷ്ടമാണ് ഈ ചിക്കൻ പോപ്സ്, നഗറ്റ്സ് ഇതൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ പ്രോസസ്ഡ് ആയിട്ടുള്ള. ഇത് ലോകത്തിലെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. ഒരിക്കലും ഒരു ദിവസം ഒന്നും കഴിക്കരുത്. വല്ലപ്പോഴും ആണ്ടിന് സംക്രാന്തിക്ക് മാത്രം കഴിച്ചു. അപ്പോഴത്തേക്ക് വലിയ സീനില്ല. നെക്സ്റ്റ് ഇത് ചിക്കൻ സ്ട്രിപ്സ് ആണ്. ഇതും ഞാൻ പറഞ്ഞില്ല ഭയങ്കര അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. ഞാനും ഇതൊക്കെ കിട്ടിയ മുമ്പൊക്കെ ഇഷ്ടം പോലെ കഴിക്കുമായിരുന്നു. പിന്നെ എനിക്ക് അസുഖങ്ങളോട് അസുഖം. അതിനുശേഷമാണ് ഈ പരിപാടി ഞാൻ നിർത്തിയത്. ഇത് ഞാൻ കാണിച്ചുതരാം. ഇതെന്താണെന്ന് വെച്ചാൽ യെസ്, ഇത് നമ്മൾ മുഖത്ത് ഐസ് ബൗൾ ഇങ്ങനെ മുക്കും. അതായത് മുഖം ഇങ്ങനെ ബൗളിൽ ഐസ് ഇട്ട് വെള്ളം ഒഴിച്ച് മുക്കൂലേ, അതിന് പകരം നമ്മൾ വേറൊരു സാധനം വാങ്ങിച്ചാണ്. ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. വെള്ളം ഒഴിച്ച് വെച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഐസ് ആയതുള്ളൂ. ഇത് സൂപ്പറാണ്. അയ്യോ ഇങ്ങോട്ട് നോക്കാനായിരിക്കണം. ഇതെന്റെ വീട് കണക്കിരിക്കണം. അപ്പൊ ഇത് ഇങ്ങനെ വച്ചിട്ട് നാളെ രാവിലെ വെള്ളം ഒഴിച്ച് ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഐസ് ക്യൂബ് അത്രയുള്ള വേറൊന്നുമില്ല. വേറൊന്നും കാണിച്ചു തരാം. അതായത് എൻ്റെ പുതിയ പണിയാണ് ഗൈസ്. നമ്മൾ വെജിറ്റബിൾസ് ഇലകൾ ഫ്രീസ് ചെയ്ത് വയ്ക്കുക എന്ന് പറയും. അതായത് നമ്മൾ വെജിറ്റബിൾസിൻ്റെ ഇലകൾ ഫ്രീസ് ചെയ്ത് വയ്ക്കും. ഓക്കെ. കരിവേപ്പില ഇതിങ്ങനെ ഫ്രീസ് ചെയ്ത് വയ്ക്കും. കുറേ നാളിരിക്കും. കല്ല് കണക്ക് ഇരിക്കുവേ, ഇങ്ങനെ ഇരിക്കും. കൊള്ളി കണക്ക്. നമ്മൾ ഈ ആവശ്യം വരുമ്പോഴത്തേക്ക് എടുക്കുക. അത് ഓൾറെഡി കഴുകി വെച്ചേക്കണം. എടുക്കുക, സാധനത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ കുറേ നേരം വെച്ചാൽ പെട്ടെന്ന് അഴിപോവും. വെച്ചേക്കുക, വേവിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഫ്രീസ് ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ നിൽക്കും. ഈ കരിവേപ്പിലയും മല്ലിയില പുതിനയില എല്ലാം ഉണ്ട്. കാരണം ചില സമയത്തൊക്കെ എനിക്ക് മിന്റ് ടീ കുടിക്കാൻ തോന്നും ഗൈസ്. അപ്പോൾ ഞാൻ അപ്പുറത്തെ കടയിൽ ഓടുന്നതിന് വരെ സ്വന്തം അടുക്കളിലോട്ട് ഓടിപ്പോയി ഉള്ളത് എല്ലാം കൂടെ വെട്ടിക്കൂട്ടിയിട്ട് കഴിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഫ്രിഡ്ജ് ടൂർ. ഇതിനകത്തൊന്നും ഒന്നുമില്ല. കാരണം പിന്നെ ഗൈസ് ഇവിടെ ഒരു സാധനം മിസ്സിങ് ആണ്. എന്താണെന്നറിയോ, ഞങ്ങള് നമ്മുടെ പോളോയ്ക്കും അച്ചൂനൊക്കെ ചിക്കൻ വാങ്ങും. അപ്പൊ പോളോയ്ക്ക് ചിക്കൻ ഉണ്ടെങ്കിൽ അങ്ങോട്ട് മിണുങ്ങുള്ളൂ പോളോ. അപ്പൊ അതുകൊണ്ട് അവൻ ഇവിടെ അമ്മ ഒരു ട്രേയില് ഇതിലൊക്കെ നിറച്ച് വെക്കും. തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ. അതായത് ഒരു ദിവസം ചിക്കൻ വാങ്ങിച്ചിട്ട് അങ്ങനെ വച്ചേക്കും. ആ ദിവസമുള്ള ചിക്കൻ അമ്മ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്ത് വെച്ചിട്ട് അമ്മ തായ്ലാൻഡുകാരുണ്ടാക്കണേക്കാളും വൃത്തിയായിട്ടോ മണമുള്ള ഒരു സാധനം എൻ്റെ അമ്മ അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ അത് ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ചാൽ അതിന്റെ ആ വെള്ളമൊക്കെ
ഇവിടേക്ക് ആക്കി അങ്ങനെ ഒരു കുടിപ്പുണ്ട്. അത്രേ ഉള്ളൂ. സോ ഇത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ വാട്ട്സ് ഇൻ മൈ ഫ്രിഡ്ജ് ടൂർ. സത്യം പറഞ്ഞാൽ ഓണ സമയത്തൊക്കെ എടുക്കണം. കാരണം സാമ്പാർ, പുളിശ്ശേരി എല്ലാം ഉണ്ട് ഓണ സമയത്തൊക്കെ. എന്തെങ്കിലും അങ്ങനത്തെയൊക്കെ സമയത്തൊക്കെ ഇഷ്ടം പോലെ സാധനങ്ങൾ ഇതിനകത്ത് കാണും. ഇഷ്ടം പോലെ. അതും ഒരാഴ്ചയൊക്കെ ഇരിക്കും ഇങ്ങനെ എന്നൊന്നെടുത്ത് വെളിക്കളയുമെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പൊ അത്രയൊക്കെ ഉള്ളു ഗൈസ് നമ്മുടെ ഫ്രിഡ്ജ് ടൂർ. അപ്പം നിങ്ങൾ ഇഷ്ടമെങ്കിൽ പറയാ. പിന്നെ ഇതിൽ കുറെ കണ്ടെയ്നേഴ്സ് ഒക്കെ ഇല്ലേ, ഇതൊക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഞാൻ ഇന്നിട്ടേക്കാം ഡ്രസ്സും ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഈ ഒരു ബ്രൗൺ ഡ്രസ്സും ഈ ഓഫീസ് കോളേജ് വെയറിനൊക്കെ പറ്റുള്ള ഡ്രസ്സാണ്. ആൻഡ് എൻ്റെ ലിപ്സ്റ്റിക് എങ്ങനെയുണ്ട്? കിസ് പ്രൂഫാ. ആരെ വേണം ഉമ്മ വയ്ക്കുക. സോ അതുകൊണ്ട് ആ ഒരു മനുഷ്യരും അറിയൂല. ഇത് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. സോ ഗൈസ് അപ്പൊ അത്രേ ഉള്ളൂ. നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ കഴിക്കുന്ന സാധനമാണ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾ നമ്മൾ ഇഷ്ടം പോലെ കഴിക്കും. കാരണം ബാക്കിയൊക്കെ കുറവാണ്. വല്ലപ്പോഴും ഒരിക്കൽ മാത്രമാണ് ഈ നഗറ്റ്സ് കുറെ ഈ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്. അതായത് ഞങ്ങൾ ഇപ്പൊ ഈ പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്നത് ഏകദേശം ഒരു 3-4 മാസത്തിന് ശേഷമാണ് ഈ ഫ്രിഡ്ജിൽ വരണത്. അല്ലാതെ വരെയില്ല. വല്ലപ്പോഴും ഭയങ്കര എപ്പോഴും ഞാൻ പറയുന്നത് വല്ലപ്പോഴും മാത്രം കഴിക്കാനുള്ള സാധനമാണ്. എന്നെടുത്ത് വെച്ച് കഴിക്കുന്നത് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരും. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അസുഖങ്ങളായിരിക്കും. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.